നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. വനിതാ ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രണ്ട് ടീമിൻ്റെയും ലക്ഷ്യം ആദ്യ കിരീടമാണ്. നമുക്കത് തന്നെ ചർച്ച ചെയ്യാം. നമുക്കിപ്പം MSK ഉണ്ട്. MSK വലിയ പ്രതീക്ഷയോടെയാണ് രണ്ട് ടീമും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുന്നത് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫൈനൽ ഇന്ത്യ കളിച്ചു, 2 തവണ പരാജയപ്പെട്ടു. ഇത് 3ാമത്തെ ഫൈനലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യത്തെ ഫൈനലാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഫൈനലിലെ? തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം അതൊരു എന്താ പറയുക, ഏകദിന ഒരുപക്ഷെ ഈ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചേസായിരുന്നു. വനിതകളുടെ ഏകദിന മത്സരത്തിലെയും ഏറ്റവും വലിയ ചേസായിരുന്നു. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു റൺസ് സ്കോർ ചെയ്യുന്നു, ഓസ്ട്രേലിയ സ്കോർ ചെയ്യുന്നു, അവരെ ചേസ് ചെയ്തിട്ട് ഇന്ത്യ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അത് നൽകിയ ഒരു ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. കാരണം ആ ഒരു മത്സരം തോക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയത്. കാരണം അപ്പുറമുള്ളത് ഓസ്ട്രേലിയയാണ്. 7 തവണ വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ടീമാണ്. ഒരു മൈറ്റി ഓസീസ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ടീമാണ്. ഓസീസിൻ്റെ ഒരു പ്രതാപകാലം, അവരെ ഏറ്റവും മികച്ച താരങ്ങൾ ലിസ്ബെറിയും അലിസ ഹീലിയും മൂണിയൊക്കെ ഉള്ളൊരു ടീം. ആ ഒരു ടീമിനെ ഇവർ തകർത്ത് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് ഈ ഒരു ജമീമ റോഡ്രിഗസിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ആ ഒരു പോസിറ്റീവ് എന്തായാലും ഇന്ത്യയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഈ ടൂർണമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രം നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയേക്കാൾ നല്ല ടീം. കാരണം സൗത്ത് ആഫ്രിക്ക 5 മത്സരങ്ങൾ തുടർച്ചയായി ആദ്യം തന്നെ ജയിച്ചു. അവർ അത്രയും അപ്രമാദിത്വത്തോടെ കളിച്ച ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ഇത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആദ്യ മത്സരങ്ങളിൽ കിതക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ മത്സരത്തിൽ സെമിയിൽ പോലും ഉറപ്പിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ന്യൂസിലാൻഡിനെതിരെ ജയിക്കുന്നു. ബംഗ്ലാദേശിനെതിരെയുള്ള മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട മത്സരം. ന്യൂസിലാൻഡിനെതിരെയുള്ള ജയമാണ് ഇന്ത്യക്ക് ഒരു ഊർജ്ജം പ്രദാനം ചെയ്തത്. അതിനുശേഷം ഓസ്ട്രേലിയ കൂടി തകർത്തോട് കൂടിയിട്ട് ഇന്ത്യ ഒരു വലിയൊരു പോസിറ്റീവിലേക്ക് നീങ്ങുകയാണ്. ആദ്യ മത്സരങ്ങൾ നമുക്കറിയാം. ആദ്യ മത്സരത്തിൽ സേനാ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ തോക്കുന്നു. ജമീമ റോഡ്രിഗസൊക്കെ ഫോമൗട്ടിൻ്റെ പേരിൽ ആദ്യ മത്സരങ്ങളിൽ തുടർച്ചയായി 2 ഡക്ക് എടുത്തതിൻ്റെ പേരിൽ പുറത്തിരുത്തിയ താരമാണ് ജമീമ. അങ്ങനെ ജമീമയെ പുറത്തിരുത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. സ്മൃതി മന്ദാന ആദ്യ മത്സരങ്ങളിൽ ഫോമായിരുന്നില്ല. ഹർമൻപ്രീത് കൗർ ഫോമിലായിരുന്നില്ല. പക്ഷേ ടൂർണമെൻറ്റിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഇന്ത്യൻ വനിതാ താരങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ന്യൂസിലാൻഡിനെതിരെയുള്ള ജയം എന്ന് പറയും. അതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ഹർമൻപ്രീത് കൗർ ഫോമിലായിരുന്നു, മന്ദാന ഫോമിലെത്തി. അതിനുശേഷം അടുത്ത മത്സരത്തിൽ മന്ദാന തകർപ്പൻ ഫോമിലേക്ക് ന്യൂസിലാൻഡിനെതിരെ മികച്ച ഫോമായിട്ട് അവർ കളിക്കുന്നു. അതിനൊപ്പം തന്നെ ജമീമയെ വീണ്ടും ടീമിലേക്ക് എടുക്കുന്നു. 5ാം നമ്പറിൽ ഇറങ്ങുന്ന ജമീമയെ 3ാം നമ്പറിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കുന്നു. ജമീമ ക്യാപ്റ്റനും കോച്ചുമൊക്കെ അർപ്പിച്ച ആ ഒരു വിശ്വാസം എന്താ പറയുക, അതിൻ്റെ മാക്സിമം തന്നെ നൽകിക്കൊണ്ട് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. അപ്പം ജമീമ റോഡ്രിഗസിൻ്റെ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഫോം കൊണ്ട് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. സൗത്ത് ആഫ്രിക്ക ഈ ടൂർണമെൻറ്റിലെ നല്ല ടീമായിരിക്കാം. പക്ഷേ കഴിഞ്ഞ മത്സരം ഇന്ത്യക്ക് നൽകിയ ആ ഒരു ഊർജ്ജത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ഈ ഫൈനൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പായിട്ടും അത് രണ്ട് ടീമുകളും മുൻ ചാമ്പ്യന്മാരെയാണ് തോൽപ്പിച്ചതെന്നുള്ളതാണ്. ഇന്ത്യ 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക വരുന്നത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ്. അവർ മുൻ ചാമ്പ്യന്മാരാണ്. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച ടീമാണ്. മാത്രമല്ല ടീം എന്ന നിലയ്ക്കും ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോഴൊക്കെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളെയാണ് മുന്നിലുള്ളത്. പക്ഷേ അപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരായ ജമീമയുടെ ഇന്നിങ്സൊക്കെ അത് ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രമുഖ താരങ്ങളൊക്കെ അത് നമ്മുടെ കപിൽ ദേവിൻ്റെ വേൾഡ് കപ്പിലെ 175 ആയിട്ടൊക്കെയാണ് അത് വിലയിരുത്തപ്പെടുന്ന ഇന്നിങ്സ്. അത്രത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ടീമിനെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ്. ഒരു ഘട്ടത്തിൽ പോലും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെ ഉള്ളൂ. പക്ഷേ പെർഫെക്റ്റ് ചേസ് ആയിരുന്നു. കൃത്യമായി ധോണിയൊക്കെ ചില മത്സരങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഏത് ബൗണ്ടറികൾ കൊണ്ട് മാത്രമുള്ള കളി. പെട്ടെന്ന് ഓർമ്മ 2003 വേൾഡ് കപ്പിൽ ഇതേപോലെ തന്നെ ന്യൂസിലാൻഡ് സ്കിപ്പറായിരുന്ന സ്റ്റീഫൻ ഫ്ലെമിംഗ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ചിരുന്നു. 24ഓളം ബൗണ്ടറികൾ അദ്ദേഹം ആ ഇന്നിങ്സിൽ നേടിയിരുന്നു. അതായത് ആ മത്സരം ന്യൂസിലാൻഡിനെ ജയിപ്പിച്ച ആ ഒരു സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇതേപോലെ, അതായത് അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, അപ്പുറത്ത് വിക്കറ്റുകൾ പൊഴിയുകയാണ്. ആ സമയത്ത് ബൗണ്ടറികൾ മാത്രം അടിച്ചുകൊണ്ട് ടീമിന് നങ്കൂരിടുന്ന ഒരു ഇന്നിങ്സ്. ആ സമയത്ത് സ്റ്റീഫൻ ഫ്ലെമിംഗ് അവരുടെ ക്യാപ്റ്റനായിരുന്നു, ഒരുപാട് കാലം
ക്യാപ്റ്റനായിരുന്നു, അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അപ്പം ജമീമയുടെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ജമീമ ബൗണ്ടറികൾ കൊണ്ട്, അതായത് ഒരു ഘട്ടത്തിൽ ജമീമ കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത ഹർമൻപ്രീത് കൗറിനെ നമ്മളിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരൊരു റണ്ണേ ബോൾ എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റോട് കൂടി അവർ കളിക്കുന്നു. ഒരു ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു. ജമീമ ഒരു ഭാഗത്ത് ആങ്കറിങ് ചെയ്യുന്ന സമയത്തും ഹർമൻപ്രീത് കൗർ ഔട്ടായതിനു ശേഷം വരുന്ന റിച്ചയും അവർക്ക് റിച്ച ഘോഷൊക്കെ അവരുടെ ക്യാമിയോസും ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊരു 15 ബോൾ 26 നല്ല ക്യാമിയോസ് ആയിരുന്നു. അപ്പോൾ ജമീമ തീർച്ചയായിട്ടും ജമീമ എന്താ പറയുക, ആദ്യ മത്സരങ്ങളിൽ ഫോം ഔട്ടിൻ്റെ പേരിൽ പുറത്തിരുത്തിയ ജമീമക്ക് ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അതിനുശേഷം അവർ കരയുന്നത് നമ്മൾ കണ്ടു, അവർ ദൈവത്തിന് പിന്നെ നന്ദി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ജമീമ മുംബൈയിൽ വേറെ വിമർശനങ്ങൾ പുറകെ വരുന്നുണ്ട്. ബിജെപിയുടെ എംപിയും ചലച്ചിത്രകാരൊക്കെ ആയിരുന്ന കസ്തൂരി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജയ ശ്രീറാം എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്തായാലും ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അത്തരത്തിലുള്ള ജമീമക്കെതിരെ വരാനുള്ള കാരണങ്ങളും ഉണ്ട്. കാരണം ജമീമയുടെ ഫാദർ ഇതേപോലെ ജിംഖാന ക്ലബിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു 2 വർഷം മുമ്പ്. അദ്ദേഹം അവിടെയുള്ള ആളുകളെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ടൈപ്പ് ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ജമീമ ദൈവത്തോട് കൃപ നൽകിയ ക്രൈസ്റ്റിനോട് നന്ദി അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതുകൂടി ചിലപ്പോൾ ഈ പ്രസ്താവന ഇറക്കി കസ്തൂരിയുടെ മനസ്സിലുണ്ടായിരിക്കണം, അച്ഛൻ്റെ കൂടി ഓർമ്മിച്ചിട്ടായിരിക്കണം. പക്ഷെ അത് നമുക്ക് വിടാം. അപ്പോൾ ജമീമ മുംബൈയിൽ നിന്നുള്ള ജമീമയുടെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ട്. അത് ജമീമ പിന്നെ അവരുടെ വീട് സച്ചിൻ ടെണ്ടുൽക്കറുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 2011 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ, സച്ചിൻ 24 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ഏകദിന ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ജമീം പറഞ്ഞു. ജമീമക്ക് അന്ന് 11 വയസ്സായിരുന്നു. ജമീം നോക്കുമ്പോൾ പുറത്ത് സച്ചിൻ്റെ വീടിന് മുമ്പിൽ ഭയങ്കര ജനക്കൂട്ടാണ്. അവിടെ ഒരു ദീപാവലി പോലെയാണ്, ആളുകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അന്നേ അവർ തീരുമാനിച്ചു എനിക്കൊരു ക്രിക്കറ്റർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ ജമീമ ശരിക്കും ഒരു വലിയൊരു പോസിറ്റീവ് കഥയാണ്. കാരണം ഈ ടീമിൽ നിന്നും ആദ്യത്തെ മത്സരങ്ങളിൽ ഡെക്കിൻ്റെ പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം നിർബന്ധിത ഘട്ടത്തിൽ ടീമിലേക്ക് വീണ്ടും വേറെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടും പരിക്ക് കാരണം നമ്മുടെ ഓപ്പണർ മാറിയതിനു ശേഷവും ജമീമയെ വീണ്ടും ഈ ഒരു 11ലേക്ക് ഉൾപ്പെടുത്തുന്നു. ജമീമ അവസരത്തിനൊത്ത് ഉയർന്ന ഒരു സെഞ്ചുറി തന്നെ കാഴ്ചവെച്ചു. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാണ് ഈ മത്സരം. ഇന്ത്യയിൽ നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ ഈ നോക്കൗട്ട് ഘട്ടത്തിലെത്താതെ അല്ലെങ്കിൽ ഫൈനലിൽ എത്താതെ പുറത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഭയങ്കരമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ മുന ഒടിക്കാൻ ഈ ജമീമക്ക് കഴിഞ്ഞു. ഫൈനലിലും അവർ തിളങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ ജമീമയുടെ ഇന്നിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഫോം ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് 2 വർഷം മുമ്പ് നടന്നൊരു ലോകകപ്പിന് അവർ ടീമിനെ പരിഗണിച്ചിട്ടില്ല. അതിലവർക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ പല താരങ്ങൾക്കും പരിക്കുമറ്റൊക്കെ വരുന്ന സമയത്താണ് വരുന്നത്. 2 മാച്ചിൽ അവർ 0-ന് പുറത്താവുന്നു. ഇംഗ്ലണ്ടിനെതിരെ ഒരു മോശം പ്രകടനം വരുന്നു. ഇംഗ്ലണ്ടിനെതിരെ പിന്നീട് അവർ പുറത്തിരുത്തുന്നു, ടീമിൽ പരിഗണിക്കുന്നേ ഇല്ല. പിന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാച്ചിന് ഓസ്ട്രേലിയക്കെതിരെ വരുന്നു. അതിൽ തന്നെ ഒരു അസാധ്യ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ, അതായത് മെന്നായാലും വുമണായാലും ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ചേസിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നും അവിടെ പറക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയെതിരെ വരുമ്പോൾ ജമീമയ്ക്ക് വേറൊരു രസകരമായ കൗതുകമുള്ള റെക്കോർഡ് കൂടിയുണ്ട്. ഇന്ത്യ അവസാനമായിട്ട് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നത് ശ്രീലങ്കയിൽ വെച്ച് നടന്ന ട്രൈ സീരീസിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ദക്ഷിണാഫ്രിക്കയോട്. ട്രൈ സീരീസിലാണ് ഇന്ത്യ അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്നത്. ആ സീരീസിൽ ആ മാച്ചിലെ ടോപ്പ് സ്കോറർ ജമീമയായിരുന്നു. അന്നൊരു 123 റൺസ് ജമീമ അടിച്ചിട്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രകടനം നടക്കട്ടെ ജമീമയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിലെ ആദ്യത്തെ 3 മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ വർഷം ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ജമീമ. കാരണം ഈ വർഷം അവർ കരിയറിൽ 3 ഏകദിന സെഞ്ചുറികളാണ് നേടിയത്. ആ 3ഉം ഈ 2025-ലാണ് നേടിയത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല സ്മൃതി മന്ദാന നമുക്കറിയാം ഈ വർഷം 1000-ലധികം റൺസ് നേടിയ താരമാണ്. സ്മൃതിയും ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഫോമിൽ അദ്ദേഹം പെട്ടെന്ന് പുറത്തായെങ്കിലും അതിന് മുമ്പത്തെ 2 മത്സരങ്ങളിലും മികച്ച ഫോമിലായിരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട്. ജമീമ 3 സെഞ്ചുറികൾ ഈ വർഷം എടുത്തു. അവർ ഫോം ഔട്ടിൽ നിന്നും മാറി നിന്നു. അവർ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു കപ്പ് തന്നെ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഇപ്പോൾ സ്മൃതിയെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് 75+ ആവറേജ് ഉണ്ട് സ്മൃതി മന്ദാനയ്ക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. അത് ഇന്ത്യക്ക് വലിയൊരു ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് ഇപ്പോൾ സെമിയിലെ ക്രൂഷ്യൽ പ്രകടനം നടത്തി. നോക്കൗട്ടിൽ 311 റൺസ് നേടിയിട്ടുണ്ട് നോക്കൗട്ട് മത്സരങ്ങളിൽ ഇപ്പോൾ വേൾഡ് കപ്പിൽ. അപ്പോൾ അത് ഭയങ്കരമായൊരു സ്കോറാണ്. പക്ഷെ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ, അതായത് സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോറ വോൾവോൾഡ് 400 റൺസുമായി ടോപ്പ് സ്കോറാണ് ഈ ടൂർണമെൻറ്റിൽ. മാത്രമല്ല അവരുടെ ഒരു ഓൾറൗണ്ടർ മാരിസൺ ക്യാപ്പ് 200+ റൺസും 20+ വിക്കറ്റും നേടിയ ഈ ടൂർണമെൻറ്റിലെ ഈ എഡിഷനിലെ
ഏക പ്ലെയറാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് രണ്ടുപേരും ഏതാണ്ട് തുല്യരാണ്. ഇനി ഈ മാനസിക സമ്മർദ്ദം ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ വന്നതാണല്ലോ. അതായത് നമ്മുടെ പരിശീലകൻ മജുംദാർ പറയുന്നത് ഓസ്ട്രേലിയയുടെ ഒരു മാമത്ത് സ്കോർ കണ്ട് നിങ്ങൾ ഭയക്കേണ്ട, അവരെക്കാളും ഒരൊറ്റ റൺസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലിലാണെന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ആ സമ്മർദ്ദം അവർ അതിജീവിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ തുല്യരായ പ്ലെയേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പോലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ, പക്ഷേ അതിന് ഫൈനലിലേക്ക് വരുമ്പോൾ ഒന്ന് ഇന്ത്യയുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രധാനം. അതായത് ആ ഒരു സമയത്ത് സിറ്റുവേഷൻ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനം. നമ്മളിപ്പം സൗത്ത് ആഫ്രിക്കൻ മെൻസ് ടീമിനെ നമ്മൾ പലപ്പോഴും ചോക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം 92 ലോകകപ്പ് മുതൽ നമ്മൾ ആ ചരിത്രം കാണുന്നുണ്ട്. 92 ലോകകപ്പ്, 96 ലോകകപ്പ്, 99 ലോകകപ്പിൽ ആ റണ്ണൗട്ട്, പിന്നെ 2003 ലോകകപ്പ്, അങ്ങനെ ഒരുപാട് ലോകകപ്പ്. നമുക്കറിയാം കഴിഞ്ഞ T20 ഇന്ത്യ ജയിച്ച T20 വേൾഡ് കപ്പ്, ആ ഒരു സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പഠിക്കൽ ചെന്ന് കലമുടക്കുന്ന ഒരു ശീലം സൗത്ത് ആഫ്രിക്കൻ മെൻസ് ടീമിനുണ്ട്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അങ്ങനെ ഒരു ചോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വിമൻസ് ക്രിക്കറ്റ് ശരിക്കും ചോക്കേഴ്സ് ആണ്. ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവർ 2 പ്രാവശ്യം ഈ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 2005-ലും 2017-ലും. ഈ 2 സമയത്തും അവർക്ക് കപ്പ് നേടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആ സമയത്ത് വനിതാ ക്രിക്കറ്റിലെ നമ്മുടെ ഇതുവരെയുള്ള വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും മിതാലി രാജിനെ പോലുള്ള പ്രതിഭകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു സമയത്ത് ആ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അതുപോലെ T20 വേൾഡ് കപ്പിന്റെ ഫൈനലും ഇന്ത്യ എത്തിയിരുന്നു. ആ സമയത്തും കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഫൈനൽ ദിവസം എങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനം. നവി മുംബൈയിൽ മാറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഭാഗ്യ ഗ്രൗണ്ട് കൂടിയാണ് നവി മുംബൈ സ്റ്റേഡിയം. കാരണം ഈ വേൾഡ് കപ്പിൽ തന്നെ ഇപ്പോൾ എല്ലാവരും പരാജയപ്പെടുമെന്ന് കരുതി ഓസ്ട്രേലിയക്കെതിരായ മത്സരം നടന്നത് നവി മുംബൈയിലായിരുന്നു. ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് നവി മുംബൈയിലാണ്. പിന്നെ മത്സരം നടന്നത് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരമായിരുന്നു. പക്ഷേ മഴ കാരണം നടന്നില്ല. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ നവി മുംബൈയിലെ ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻസൊക്കെ അറിയുന്നതിൽ പ്രശ്നമുണ്ടാവും. ഇന്ത്യക്ക് കുറച്ചധികം അറിയാം. മാത്രമല്ല 2 ദിവസം മുന്നേ മാത്രം കളിച്ചതിൻ്റെ ഒരു ആനുകൂല്യവും ഇന്ത്യക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല കാണികൾ 45,000 ആണ് അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്തായാലും നിറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രയും കാണികളുടെ സപ്പോർട്ട് അവരുടെ കൂടെ മുംബൈക്കാരനായ കോച്ചും ഉണ്ട്, അമൂൽ മജുംദാർ. നേരത്തെ ജയേഷ് പറഞ്ഞു. അമൂൽ മജുംദാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം ഇന്ത്യക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കോച്ചാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മുടിചൂട മനനാണ്. ഇതൊരു ഇതിഹാസം തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കോച്ചിങ് രീതി എന്ന് പറയുമ്പോൾ അദ്ദേഹം 2023 കോച്ചായി അധികാരമേൽക്കുന്നു. ഈ ഒരു സമയത്തേക്ക് കഴിഞ്ഞ മത്സരത്തിന് ശേഷമുള്ള ഒരു പ്രസന്റേഷൻ സമയത്ത് ഹർമൻപ്രീത് കൗറും ക്യാപ്റ്റനും കോച്ചും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം ഇന്ത്യ ജയിക്കാവുന്ന ഒരു ഘട്ടത്തിൽ, അതായത് 36 പന്തിൽ 30 റൺസ് മാത്രം വേണ്ടിയിരുന്നു, 6 വിക്കറ്റ് ബാക്കിയുണ്ട്. ആ സമയത്ത് ഇന്ത്യ തോക്കുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഡ്രസ്സിംഗ് റൂമിലെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹർമൻപ്രീത് പറയുന്നുണ്ട്, പിന്നെ കോച്ച് തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി വളരെ ഇതാകുന്ന സമയത്ത് ഹർമൻപ്രീത് കൗർ യു ആർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് കോച്ച് ഭയങ്കരമായിട്ട് ക്ഷുഭിതനാവുകയൊക്കെ ചെയ്ത ഒരു സമയം പറയുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ നമ്മുടെ അമൂൽ മജുംദാർ അതൊരു ചിരിയോടുകൂടി ഏറ്റെടുത്ത് നമ്മൾ ഫൈനലിൽ എത്തി എന്നുള്ള ലൈനിൽ നിൽക്കുകയാണ്. അപ്പം കോച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മുമ്പ് 2019-20 സമയത്ത് ഇന്ത്യക്കൊരു ബാറ്റിംഗ് കോച്ച് വേണമായിരുന്നു. അപ്പം പലരും അപേക്ഷിച്ചു. വിക്രം രാത്തോഡ് അപേക്ഷിച്ചു, പലരും അപേക്ഷിച്ചു. ആ കൂട്ടത്തിൽ അമൂൽ മജുംദാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷേ വിക്രം രാത്തോഡിനെയാണ് ഇന്ത്യ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിച്ചത്. ഈ ഇന്ത്യക്ക് ആ സമയത്ത് ഇന്ത്യ ഈ അമൂൽ മജുംദാറിനെ കോച്ചായിട്ട് നിയമിച്ചില്ല. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് വളരെ അപ്രതീക്ഷിതമായൊരു തീരുമാനമെടുത്തു. അവർ അമൂൽ മജുംദാറിനെ അവരുടെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിച്ചു. അതായത് ലോകത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കാത്ത ഒരു താരത്തിനെയാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള ഒരു രാജ്യം അവരുടെ ബാറ്റിംഗ് പരിശീലകനായിട്ട് നിയമിച്ചത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള ചരിത്രമാണ്. മുംബൈക്കാരനാണ്. മുംബൈ ക്രിക്കറ്റിൽ സച്ചിൻ്റെയും വിനോദ് കാംബ്ലിയുടെയൊക്കെ കാലഘട്ടത്തിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാത്തൊരു താരമാണ്. ശരിക്കും സച്ചിനും വിനോദ് കാംബ്ലിയും ചേർന്നിട്ട് 664 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ശാരദാശ്രമം സ്കൂളിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതിപ്പോഴും ഒരു സ്കൂൾ തല മത്സരത്തിൽ ഇന്ത്യയിൽ വെച്ച് സംഭവിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും ഉയർന്ന പാർട്ണർഷിപ്പാണ്. 2 പേരും ട്രിപ്പിൾ അടിച്ചിട്ടുള്ളൊരു പാർട്ണർഷിപ്പ്. ആ മത്സരത്തിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ പിന്നെ സച്ചിനായിരുന്നു ആ മത്സരത്തിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ സച്ചിൻ ക്യാപ്റ്റനാണ്. ഒരു താരം ഔട്ടായ സമയത്ത് സച്ചിൻ വിനോദ് കാംബ്ലിയെ ബാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. എന്നിട്ട് വിനോദ് കാംബ്ലിയോട് പറയുന്നു, ഔട്ടാവരുത്, പിടിച്ചു വയ്ക്കണം എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത വിക്കറ്റും കൂടി പോയി കഴിഞ്ഞാൽ സച്ചിൻ ഇറങ്ങും.
അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ആളും കൂടി ഔട്ടാവുന്നു. അപ്പോൾ സച്ചിൻ ഇനിയുള്ള ഒരു ബാറ്റ്സ്മാൻ സച്ചിനോ വിനോദ് കാംബ്ലിയോ ഔട്ടാകുകയാണെങ്കിൽ ഇറങ്ങേണ്ട ആളായിരുന്നു ഈ അമോൽ മജുംദാർ. അയാൾ അന്ന് ആദ്യത്തെ ദിവസം പാഡ് കെട്ടി, ഇനി ഇവരാരെങ്കിലും ഔട്ടായിട്ടുണ്ടെങ്കിൽ ഇറങ്ങാമെന്നുള്ള ലൈനിൽ പാഡ് കെട്ടിയിരിക്കുകയാണ്. ആ ദിവസം മൊത്തം ഇവരാരും ഔട്ടായില്ല. ഇയാൾ ആ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ പാഡും കെട്ടിയിരിക്കുകയാണ്. പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം പുള്ളി രാവിലെ തന്നെ പാഡും കെട്ടിയിരിക്കുകയാണ്. ആ ദിവസം ഒരാൾ പോലും ഔട്ടായില്ല. സച്ചിൻ ഔട്ടായില്ല, വിനോദ് കാംബ്ലി ഔട്ടായില്ല. അപ്പോൾ അയാളിങ്ങനെ കാത്തിരിക്കുകയാണ്. മറ്റവരാണെങ്കിൽ 664 റൺസിൻ്റെ പാർട്ണർഷിപ്പ് 2-3 ദിവസം ബാറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവർ ഔട്ടാവാത്തതിൻ്റെ പേരിൽ മാത്രം ഒന്നും ബാറ്റ് ചെയ്യാൻ കിട്ടാത്ത, അല്ലെങ്കിൽ അത്രയും അധികം ദിവസം പാഡും ചെയ്ത് കാത്തിരിക്കേണ്ടി വന്നൊരു താരമാണ് അമോൽ മജുംദാർ. ഇതേ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് 10,000-നടുത്ത് റൺസ് നേടിയൊരു താരമാണ്. ഇന്ത്യക്ക് 90കളിൽ പലപ്പോഴും ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇദ്ദേഹത്തെയും അനന്തപത്മനാഭനെയും എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചക് ദേ ഇന്ത്യ സിനിമ, അതായത് ചക് ദേ ഇന്ത്യ സിനിമേൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ ഹോക്കി കിരീടം നേടുമ്പോൾ ഷാറൂഖ് ഖാൻ മൗല മേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ കൊടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു ഇതുണ്ട്. അപ്പം കളിക്കാൻ ഒരിക്കലും അവസരം ലഭിക്കാത്തതിൻ്റെ പേരിൽ അത് ഒരുപാട് നാണക്കേടുകൾ അദ്ദേഹത്തിന് ഉണ്ടാണ്ടി വന്നിട്ടുണ്ട്. പല പ്രാവശ്യം ഇദ്ദേഹം ടീമിൻ്റെയും മറ്റുമൊക്കെ അടുത്തെത്തി, പക്ഷേ ടീമിൽ അവസരം കിട്ടുന്നില്ല. എന്നിട്ടും രഞ്ജിയിൽ 10,000-ഓളം റൺസ് നേടുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ 11,000-ലധികം റൺസ് നേടുന്നു. അവസരം മാത്രം ലഭിക്കാതെ പിന്നെ മറ്റ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രായത്തിലുള്ള VVS ലക്ഷ്മൺ ടീമിൽ സ്ഥിര സാന്നിധ്യമാവുന്നു. സൗരവ് ഗാംഗുലി ടീമിൽ സ്ഥിര സാന്നിധ്യമാവുന്നു. സച്ചിന് ഇതിഹാസ സമാനമായൊരു കരിയർ അദ്ദേഹത്തിന് നേടേണ്ടി വരുന്നു. വിനോദ് കാംബ്ലി പ്രതിഭയൊക്കെ ദൂർത്തടിച്ചിട്ട് പകുതി കരിയറിൻ്റെ ഒരു പാതി വഴിക്കുന്ന കൊഴിഞ്ഞു പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ ആ സെലക്ടർമാരൊന്നും പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അപമാനത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയുടെ വനിതകളെയും കൊണ്ട് ഒരു ലോകകപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ചക് ദേ ഇന്ത്യയുടെ കഥയും ഏതാണ്ട് ഹോക്കി ടീമിൻ്റെ ഒരു ടീമിനെയും കൊണ്ട് കിരീടം നേടുന്നൊരു കഥയാണ്. അപ്പം അമോൽ മജുംദാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും ഈ വനിതകൾ ഇത് ജയിക്കണം. ഉറപ്പായിട്ടും അന്യ ലോകകപ്പ് അത്തരത്തിലുള്ള ഒരു സുവർണ്ണ നേട്ടം മജുംദാറിനെ തന്നെ സമർപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ എപ്പോഴൊരു ഭീഷണിയുള്ളത് മഴ സാധ്യതയാണ്. നവി മുംബൈയിൽ ഞായറാഴ്ച യെല്ലോ അലേർട്ടാണ്. 70% മഴ പെയ്യുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത്, വൈകിട്ട് 3 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്, 50% മഴ പെയ്യാനാണ് സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ മഴ മൂലം ഞായറാഴ്ച കളി നടക്കില്ലെങ്കിൽ ഒരു റിസർവ് ഡേ ആണ് തിങ്കളാഴ്ചയും മഴ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 50% മഴ സാധ്യത തിങ്കളാഴ്ച ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ മഴയുടെ ആശങ്കകളൊന്നും ഇല്ലാതെ ഒരു കംപ്ലീറ്റ് നമുക്കൊരു 50-50 50 ഓവർ മാച്ച് തന്നെ കിട്ടി ഒരു ഗംഭീര ഒരു ത്രില്ലറിനൊടുവിൽ ഇന്ത്യ കപ്പടിക്കട്ടെ. തീർച്ചയായിട്ടും ചരിത്രം കുറിക്കപ്പെടണം. ശരിക്കും അത്രയും ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ ഇന്ത്യ, നമ്മളിപ്പോൾ പുരുഷ ടീമിൻ്റെ ഒരു സുവർണ്ണ ടീം എന്ന് പറയുമ്പോൾ സച്ചിനും മറ്റുമൊക്കെ ഉള്ള ഒരു സമയത്ത് അവർ 2011 ലോകകപ്പ് നേടി. അതൊരു സുവർണ്ണ ടീമായിരുന്നു, ഏറ്റവും മികച്ച താരങ്ങളുള്ളൊരു ടീമായിരുന്നു. ഇപ്പം നമ്മൾ വനിതകളിലേക്ക് നോക്കുമ്പോൾ ഈ ടീമിൽ ഓരോരുത്തരും സൂപ്പർ സ്റ്റാറുകളാണ്. വനിതാ IPL കൂടി വന്നതിന് ശേഷം നമുക്ക് ഇവരൊക്കെ പേരറിയാം. മന്ദാനക്ക് കൃത്യമായിട്ട് ഒരു ഫാൻസ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഹർമൻപ്രീത് കൗറിന് ഒരു ഫാൻസ് ഇവിടെ ഉണ്ട്, ഷഫാലിക്കുണ്ട്, ജമീമയ്ക്കുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കും ദീപ്തി ശർമ്മയ്ക്കുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ഫാൻ ഫോളോയിങ് ഉണ്ട്. മാത്രമല്ല ഇവരൊക്കെ പറയാൻ മറന്നു, 17 വിക്കറ്റുകളുമായി ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് ദീപ്തി. ചരണി 13 വിക്കറ്റുകളുണ്ട്. ആ കാര്യം നമ്മൾ മറന്നുപോയതാണ്. ഓക്കെ. അപ്പോൾ അത്രത്തോളം മികച്ച താരങ്ങളുള്ള ഒരു ടീമിന് തീർച്ചയായിട്ടും നമുക്ക് ഇത് കറക്റ്റായിട്ട് എനിക്ക് 2011 വേൾഡ് കപ്പിൻ്റെ ഒരു ഫൈനലായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് കപ്പ് നേടുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് നേടേണ്ട ഒരു കപ്പാണ്. ഇതിലും മികച്ചൊരു അവസരം, ഒരു സുവർണാവസരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിലും സുവർണാവസരം ഒരിക്കലും ഇന്ത്യക്ക് വരാനില്ല. കാരണം ഇന്ത്യയിലാണ് കളി. നമുക്ക് എല്ലാവിധ അഡ്വാൻറ്റേജും ഉണ്ട്. കഴിഞ്ഞ മത്സരത്തോട് കൂടിയിട്ട് മന്ദാന ഫോമിലാണ്, കൗർ ഫോമിലാണ്, ജമീമയും ഫോമിലേക്ക് എത്തി. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ്. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയെ നമുക്ക് ഒരിക്കലും എഴുത്തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് വനിതാകൾക്കില്ല. അവർ പറഞ്ഞല്ലോ, അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ഇന്ത്യ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ടൂർണമെൻറ്റിലുടനീളം ഗംഭീര ഫോമിലാണ്. അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അപ്പോഴും ഇന്ത്യ ഒരു ആത്മവിശ്വാസം കൈമുതലാക്കി കളിച്ച് സ്വന്തം കാണികൾക്ക് മുന്നിൽ 40,000-ഓളം വരുന്ന കാണികൾക്ക് മുമ്പിൽ തിളങ്ങുക തന്നെയാണ് നമ്മൾ കരുതാനുള്ളത്. അവസാനമായിട്ട് ഒരു ഗസ് പറയുന്നു, പ്രഡിക്ഷൻ. തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 80% ഇത് ഇന്ത്യയുടെ കപ്പാണ്. ഇന്ത്യ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്താ ജയേഷിൻ്റെ ഒരു ആഗ്രഹം? ഇന്ത്യ ജയിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ടൈറ്റ് മാച്ചായിരിക്കും തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ, നാളെ മത്സരം കഴിഞ്ഞ ശേഷം എൻ്റെ കൂടുതൽ വിലയിരുത്തലുകളും വിശദീകരണങ്ങളായിട്ട് വരാം. പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ ഈ ഫൈനലിൻ്റെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക
വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഈ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.